ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്കൊരു കിടിലൻ ഫോറസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. ഉച്ചയ്ക്ക് കൃത്യം 12:30-ക്ക് തന്നെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണെങ്കിലും കാട് കാണാനുള്ള ആവേശം നമ്മളെ ഒട്ടും തളർത്തുന്നില്ല. അങ്ങനെ വണ്ടി ഓടിച്ച് കൃത്യം 2 മണിയോടെ നമ്മൾ ആങ്ങമൂഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വയറ് നിറയെ ഉച്ചഭക്ഷണവും കഴിച്ച് നേരെ നമ്മൾ ഗവിയുടെ ഹൃദയത്തിലേക്ക് കാട് കയറുകയാണ്. ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകളാകെ മാറും. ചുറ്റും കോടമഞ്ഞും ഇരുവശവും ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന വൻമരങ്ങളും പച്ചപ്പും മാത്രം. വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയാൽ മുഖത്തേക്കടിക്കുന്ന ആ തണുത്ത കാറ്റിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഇടയ്ക്കെവിടെയെങ്കിലുമൊക്കെ കാട്ടാനക്കൂട്ടത്തെയോ മയിലുകളെയോ കാട്ടുപോത്തിനെയോ കാണാൻ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഹെയർപിൻ വളവുകളും കാടിന്റെ ആ വന്യമായ നിശബ്ദതയും ആസ്വദിച്ചുള്ള ഈ വനയാത്ര ശരിക്കും വേറൊരു ലോകത്തെത്തിയ ഫീലാണ് തരുന്നത്. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചവും കിളികളുടെ ശബ്ദവും മാത്രം കേട്ട് മുന്നോട്ടു പോകുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ പ്രകൃതിയുടെ ഈ മാന്ത്രികതയിൽ ലയിച്ച് യാത്ര ചെയ്ത് വൈകുന്നേരം 4 മണിയോടെ നമ്മൾ ഗവിയിലെ KSEB ക്യാന്റീനിലെത്തിയിട്ടുണ്ട്. ഈ കൊടും കാട്ടിലെ തണുപ്പിൽ ഇവിടുന്ന് കിട്ടുന്ന ആ ചൂട് ചായയുടെയും ചെറുപടിയുടെയും രുചി ഒന്ന് വേറെ തന്നെയാണ്. ചായയൊക്കെ കുടിച്ച് കാടിന്റെ കുളിർമയും ക്യാമറയിൽ പകർത്തി ഒരു ചെറിയ വിശ്രമത്തിനു ശേഷം നമ്മൾ വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. നേരം പതുക്കെ ഇരുട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടു വീഴുന്നതിനു മുൻപ് കാണ്ടടങ്ങണം. സായാഹ്ന വെളിച്ചത്തിൽ കാടിന്റെ മറ്റൊരു വന്യമായ സൗന്ദര്യം കണ്ടുകൊണ്ട് വൈകുന്നേരം 6 മണിയോടെ നമ്മൾ വണ്ടിപ്പെരിയാർ വഴി കുമളിയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗവി റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കണം.